എന്നെ വിളിക്കുമെന്ന് അല്ല കണ്ടു വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കണ്ടതിൽ എത്ര സന്തോഷം എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര വലിയ സന്തോഷം. ഞാൻ അപ്പൊ തന്നെ വൈഫിനെ, അനിയനെ, വേറൊരു സുഹൃത്തിനെ, പിന്നെ ഞാൻ വർക്ക് ചെയ്യണ അവിടെ എനിക്ക് ഇതുമാതിരി യോഗവിദ്യ പറഞ്ഞു തന്ന വ്യക്തിയാണ്. യൂട്യൂബിൽ നിന്ന് സാറിന്റെ മുഖം എടുത്ത് കാണിച്ചു കൊടുക്കാനും ഒക്കെ ഒരു 10-15 മിനിറ്റോളം ഞാൻ ഭയങ്കര ആഗ്ലാഹത്തിലായിരുന്നു. എമർജൻസി വർക്ക് അല്ലായിരുന്നു എങ്കിൽ എനിക്കൊരു 10 മിനിറ്റ് കൂടെ ഇരുന്ന് സംസാരിക്കാൻ ഒരു അവസരം നഷ്ടപ്പെടുത്തിയല്ലോ എന്നുള്ളൊരു വല്ലാത്ത വിഷമം. പിന്നെ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതില് എനിക്കിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയൊരു അനുഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടത് കാല് നമ്മുടെ പാദത്തിന്റെ മോൾ ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് ഒരു 4 ഇഞ്ച് മോൾ വരയ്ക്കും ഒരു ചൂട് ഉള്ളിലും പുറത്തും. അതായത് ഈ പുറത്തുള്ള ചൂട് പോലും എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റണോ? അതായത് ഏതെങ്കിലും ഒരു ഭാഗത്തല്ല, കാലിന് ചുറ്റും. നമ്മളൊരു ഷൂട്ടാ എങ്ങനെ മുകളിലേക്കുള്ള ഷൂ ഉണ്ടല്ലോ, എന്താണ് കട്ട് ഷൂ അങ്ങനെ എന്തോ പറയുമല്ലോ, മുകളിലുള്ള ആ ഷൂവില് നമ്മൾ കാലുള്ളിലിട്ടിട്ട് ഉള്ളിലൊരു പുഴുക്കം ഉണ്ടാവില്ലേ, അന്നതുപോലെ. അതെ അതെ അതെ, അതിട്ട് അത് ഞാനത് ഒരു ചൂടിന്റെ സാധനത്തിൽ ഞാൻ എന്റെ കാല് ഇറക്കി വെച്ചതുപോലെ. അതിപ്പോ ഇത് അത്യുഷ്ണമാണ്. ഈ ചൂട് കൊണ്ട് ആ ചൂടാണെങ്കിൽ 2 കാലിലെ ചൂട് വരണ്ടേ? എനിക്ക് 2 കാലിലും ഇല്ല. അങ്ങനെയില്ല ചൂടിന്റെ ആണെങ്കിൽ അല്ലേ? നമുക്ക് ഇത് ചൂടിന്റെ പിന്നെ നിങ്ങൾക്ക് വലത് കാലിലാവുമ്പോ കറക്റ്റാണ്. വലത് കാലിലല്ലേ? ഇടത് കാലിലാവുമ്പോ പിങ്കളാനാടി ഉണർന്നാണ്. അതാണ് ചൂട്. പിങ്കളയാണ് ഉണർന്നു തുടങ്ങിയത് നടക്കുമ്പോഴും വരും. അത് സ്ഥിരമായിട്ടുള്ളതാണത്. ഇടയ്ക്കിടയ്ക്ക് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി അത് മുകളിലേക്ക് കയറി വരും. പിന്നെ നമ്മുടെ ഒരു അമേരിക്കൻ യൂട്യൂബ് ചാനലിലൂടെ സാർ ഒരു വിഷയം സംസാരിച്ചല്ലോ ലേറ്റസ്റ്റ് ആയിട്ട്. ഒറ്റപ്പാലം ടൗണിലെ ഒരു സന്യാസിയെ കണ്ട കാര്യം. ഞാൻ അന്ന് ആ വീഡിയോ കണ്ട അടുത്ത നിമിഷം തന്നെ വൈഫായിട്ട് ആ കാര്യങ്ങള് ഞാൻ കേൾപ്പിച്ചു. ആ ചാനലില് സംഭവം അങ്ങനെ കേൾപ്പിച്ചു. എന്നിട്ട് അവളോട് പറഞ്ഞു, നിനക്ക് വെളിപ്പെടുത്തി തരികയാണെങ്കിൽ അന്ന് അവിടെ കണ്ട ആ കാഴ്ച നീ കാണുകയാണെങ്കിൽ നീ എന്ത് കാണുന്നത് എന്നോട് പറയുമായിരുന്നു. അപ്പൊ സാറ് വിവരിച്ച കാര്യങ്ങള് അന്ന് അവിടെ നടന്ന ഒരു റെക്കോർഡ് ചെയ്തിട്ട് കണ്ട എങ്ങനെയുണ്ടാവും അതുപോലെ ആൾക്ക് കാണാനിടയായി. അപ്പോ ഇത് കാണാൻ എന്റെ ഉദ്ദേശം എന്താന്ന് കേട്ട് കഴിഞ്ഞാൽ, ഏതൊരു കാര്യത്തിനൊരു പരമ്പര ഉണ്ടാകുമല്ലോ, ഒരു ഗുരു അതിന്റെ മുകളിൽ ഉണ്ടാവില്ല. ഏറ്റവും നമ്മളെന്താ പറയാ, ആദിശങ്കരനൊരു പരമ്പരയാണ്. അന്നതുപോലെ ആ വ്യക്തി ഏത് പരമ്പരയിൽ നിന്ന് വന്ന വ്യക്തിയാണെന്ന് എനിക്ക് അറിയണം. അത് മാത്രമാണ് എന്റെ ആഗ്രഹം. അപ്പൊ നോക്കുമ്പോ അന്ന് നടന്ന സംഭവം ബാബാജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. ആളൊരു ക്രിയാവാനാണ്. അന്ന് അവിടെ നടന്നത് നയന ദീക്ഷ. അതെന്റെ ഉള്ളില് അങ്ങനെ തോന്നി. അത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. ഇത് സാറുമായിട്ട് ഷെയർ ചെയ്യണം 2-3 ദിവസം വരെ ഞാൻ അതിയായി ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ സാറിന് മനസ്സിൽ ചിന്തിച്ച് ഇത് അതിന്റെ ഷെയർ ചെയ്യാനുള്ളൊരു അവസരം മനസ്സിൽ നിന്ന് ഞാൻ സിഗ്നൽ വിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഇന്ന് കാണാനിടയായപ്പോ ഇത് ഏറ്റല്ലോ ടെലിപ്പതി പോലുള്ള സംഗതി. ഞാന് നിങ്ങളിപ്പോ ഇനിയിപ്പോ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഞാൻ ഒരു 4 ദിവസമായിട്ട്, 4 ദിവസമല്ല ഒരാഴ്ചയായിട്ട് നിങ്ങൾ എന്താണ് കോണ്ടാക്ട് ചെയ്യാത്തത് എന്നുള്ളതിനെ പറ്റിയിട്ട് 4 ദിവസം ഒരാഴ്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഒരു 3 ദിവസം മുന്നേ അത് വളരെ തീഷ്ണമായിട്ട് ആലോചിച്ചു. അത് എന്താ ഇപ്പൊ ഒരു കോള് കാണാനില്ലല്ലോ. എനിക്ക് ഒരു സംശയം, ഞാൻ മൂലബന്ധം ചെയ്യണോന്ന് ചോദിച്ച അപ്പൊ തന്നെ എനിക്ക് റിസൾട്ട് ഒന്നും വരാത്തത് കൊണ്ട് മറുപടി കിട്ടിയില്ലേ? അത് മറുപടി കിട്ടി. പിന്നീട് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ആ 2-3 ദിവസം ഞാനൊരു മനസ്സിലായി. അതെനിക്ക് മനസ്സിലായി. കാരണം നമ്മളൊരു പ്രഷർ കൊടുക്കുകയാണല്ലോ അതിന്. അതാണ് ആ വീഡിയോയില് പ്രത്യേകം ഇടാൻ കാരണം. അതെ അതെ അതെ, അത് മനസ്സിലായി.
മൂലബന്ധം ചെയ്യുമ്പോ എല്ലാവർക്കും ആ ഡിപ്രഷനെ വരും, പിന്നെ എനർജി അവിടെ ക്ലോസ് ചെയ്യാണ് ശരിക്കും. ഞാൻ എന്ത് വിചാരിച്ചു, ഒരു മൂടത്തരമാണ് എന്റെ. എന്ത് വിചാരിച്ചെന്ന് കേട്ടോ, എനിക്ക് ഈ പൈൽസിന്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു ഇത് ചെയ്യാതെ തന്നെ ആ മൂലഭാഗം കുറച്ച് പുറത്ത് വരും. കുറച്ച് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് അങ്ങനെ വല്ലാണ്ട് വരുന്നൊന്നുമില്ല. അവിടുത്തെ സ്കിൻ ഇത്തിരി ലൂസാണ്. അപ്പൊ ഇത് ഞാൻ ആദ്യമേ അറിഞ്ഞ് അവിടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ആ ലൂസായ സ്കിന്ന് നന്നായി ടൈറ്റ് ആയേനെ. അപ്പൊ എനർജി ലോസ് ആകുന്നത് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന സിദ്ധവിദ്യ ഉണ്ടല്ലോ, ഇതിൽ തന്നെ മാറും അല്ലേ? അതിൽ മാറും. മൂലബന്ധം തനിയെ സംഭവിക്കണം. നമ്മളത് ക്ലോസ് ചെയ്താൽ നിങ്ങളുടെ എനർജി ഡൗൺ ആവും, ശരീരത്തിന് ഭാരമൊക്കെ ഫീൽ ചെയ്യും. മൂലബന്ധം അങ്ങനെ ചെയ്യേണ്ടതല്ല, മൂലബന്ധം സംഭവിക്കേണ്ടതാണ്. അതായത് ഈ എനർജി മുകളിലേക്ക് പാസ് ചെയ്ത് തുടങ്ങിയാൽ കേജരി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇത്രയും ദിവസം ഞാൻ കട്ടിലിൽ വെറുതെ ഇരുന്ന് കാല് തൊങ്ങാനിട്ട് ഇരുന്നിട്ട് നിലത്ത് കാല് വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ 2 ദിവസമായിട്ട് എനിക്ക് വജ്രാസനത്തിൽ ഇരുന്ന് ചെയ്യാൻ ഒരു ഉള്ളിലൊരു തോന്നൽ വന്നു. വജ്രാസനത്തിലോ സിദ്ധാസനത്തിലോ ഇരുന്നോളൂ, എങ്ങനെയാണെങ്കിലും ഇരിക്കാം അല്ലെ? വജ്രാസനത്തിൽ ഇരിക്കാനാണ് ഒരു 20-25 മിനിറ്റോളമൊക്കെ എനിക്ക് വജ്രാസനത്തിൽ ഇരിക്കാം. അപ്പൊ ഞാൻ അവിടെ പ്രാർത്ഥനാലയത്തിൽ ഇരിക്കുന്നതും കൂടുതൽ ഇങ്ങനെയാ. അതൊരു മാറ്റ് ഇട്ടിട്ടിരിക്കുക, കട്ടിലോ അല്ലെങ്കിൽ ബെഡിലോ ഇരുന്നിട്ട് കാര്യമില്ല. അല്ലല്ല, മാറ്റ് ഇട്ടിട്ട് പ്ലാസ്റ്റിക്കിനെയാണ്, പായാണ്. അത് കുഴപ്പമില്ല, നിലത്തായിരിക്കണം എന്ന് മാത്രം, അല്ലെങ്കിൽ നിലത്തന്നെയായിരിക്കണം അങ്ങനെ. അപ്പൊ അവിടെ നോക്കൂ, അവിടെ മൂലബന്ധത്തിന്റെ റിസൾട്ട് അവിടെ വരും, തുടങ്ങി വന്നു കഴിഞ്ഞു അല്ലേ? റിസൾട്ട് വരും. അങ്ങനെയാണ് വരേണ്ടത്, അല്ലാതെ അവിടെ അടച്ചു വെക്കുകയല്ല വേണ്ടത്. അവിടെ ഒരു ബലം മുകളിലേക്ക് ഒരു വലിവ് വരികയാണ് വേണ്ടത്. അപ്പോഴാണ് ഈ എനർജി താഴേക്ക് പോകുന്ന എനർജി മുകളിലേക്ക് കയറുക, ഡയറക്റ്റ് ചെയ്യാണ്. നേരെ മറിച്ച് അത് അടച്ചു വെച്ച് കഴിയുമ്പോൾ പിന്നെ എനർജിക്ക് കയറാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അത് നിങ്ങൾ ബലമായിട്ട് അടച്ചു വെച്ച് കഴിയുമ്പോൾ മനസ്സിലായി അതിന്റെ എനർജിക്ക് അങ്ങോട്ട് മുകളിലേക്ക് കയറല്ലേ, അവിടെ ആ മൂലാധാരത്തിൽ കിടന്നിട്ട് കംപ്രസ്ഡ് ആവും. നേരെ മറിച്ച് താഴത്തുനിന്നൊരു ജസ്റ്റ് ഒരു പ്രഷർ മാത്രമേ മുകളിലേക്ക് പോകുന്നുള്ളൂ, ക്ലോസ് ചെയ്യണമെന്നില്ലെങ്കിൽ താഴേക്ക് പോകുന്ന എനർജി ഇങ്ങനെ ഡൈവേർട്ട് ചെയ്തിട്ട് മുകളിലേക്ക് കയറും. അതാണ് മൂലബന്ധം പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഇതിന്റെ ഒരു ഇതും കിട്ടാത്തത് പലർക്കും. പലർക്കുമാണ്, എല്ലാവരുടെ അല്ല. എല്ലാവർക്കും അതിൻ്റെതായ ഒരു സയൻസ് ഉണ്ട്. അത് പറ്റ ക്ലോസ് ചെയ്യാൻ പാടില്ല. ഞാൻ കുട്ടികളുമായിട്ട് ഒരു ദിവസം സാറെ കാണാൻ വരുന്നുണ്ട്. ഞാൻ എന്റെ മക്കളുമായിട്ട് 2 ആൺകുട്ടികളാണ് എനിക്ക്. അപ്പൊ അന്ന് വന്നുകൊണ്ട് പോയില്ല ഒരുത്തൻ. അപ്പൊ അവനായിട്ട് ഒരു 5 മിനിറ്റ്, 2 പേർക്ക് 5 മിനിറ്റ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ യാത്ര പൂർത്തിയാക്കൂ, നിങ്ങൾക്ക് അത് അവർക്കത് ബോധ്യാവും. അങ്ങനെയാണ്, അല്ലാതെ നമ്മൾ നിർബന്ധിച്ചിട്ടല്ല വരേണ്ടത്. ഇല്ല, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല ഈ കാര്യത്തില്. ഞാൻ ബുക്ക് 1-2 പേർക്ക് കൊടുത്തിട്ടുണ്ട്. അതിലൊരാൾ വായിച്ച് ഫിനിഷ് ചെയ്ത് നല്ല അഭിപ്രായം പറഞ്ഞു. ഗുരുവിനെ കൂടാണ്ട് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഒരാള് എനിക്ക് വായിക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരി, സമയം അനുവദിക്കുമ്പോൾ ഞാൻ തരാം, ഞാൻ വന്ന് വാങ്ങിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ 1-2 ആൾക്കാരോട് ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെപ്പോഴൊക്കെയാണ് കാണാൻ വരുന്നതെന്നൊന്നും അറിയില്ല, എപ്പോൾ അവർ വിളിക്കുന്നത് എനിക്കറിയില്ല. കാരണം നമ്മളെ ഒന്നും ഞെക്കി പഴിപ്പിക്കണ്ട, അത് തനിയെ സംഭവിച്ചോട്ടെ എന്നുള്ളതിലാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ഇത് റെക്കോർഡാണ്, അപ്പോ ഇത് റെക്കോർഡാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ല, റെക്കോർഡ് ചെയ്തോളൂ. റെക്കോർഡ് ചെയ്തത് എനിക്കും കൂടെ ഒന്ന് അയച്ചു തരും. കാരണം ഞാനത് ജിലക്ഷ്മി അമ്മയൊന്ന് കേൾപ്പിക്കുന്നുണ്ട്, എൻ്റെ ഒരു സുഹൃത്തിനെയും കൂടെ കേൾപ്പിക്കണമെന്നുണ്ട്. അപ്പോ വേറൊരു കാര്യം ഞാൻ സംസാരിക്കണം വിചാരിച്ചത് ഓർമ്മയില്ലായിരുന്നില്ല. ഭക്ഷണം കഴിച്ചോ സാറ്? അതൊക്കെ 6 മണിയാകുമ്പോഴേക്കും കഴിയും. ശരി. പിന്നെ ഉറക്കത്തിന്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നേരമായിട്ടൊക്കെ ആയിരിക്കും ഉറങ്ങുക. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മണിയുടെ മുകളിൽ പോവില്ല, കൂടിയ 10. അതിന് മുമ്പേ ഉറങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ അലാരം ഒന്നും ഇല്ലാതെ തന്നെ 4 മണി എന്ന് പറഞ്ഞാൽ എണിക്കും. തന്നെ എണിക്കുന്നതാണല്ലോ. തന്നെ എണിക്കുന്നതാണ്. 4-4:30 ആകുമ്പോൾ കുളിക്കും. കുളി കഴിഞ്ഞിട്ട് ചെറിയൊരു പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒരു 20-25 മിനിറ്റോളം ഒന്നെങ്കിൽ കന്ദഗുരു കവസം, ഇല്ലെങ്കിൽ കന്ദസൃഷ്ടി കവസം, അല്ലെങ്കിൽ ഗായത്രി
ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സംഭവം ചെവിയിൽ വളരെ ശബ്ദം കമ്മിയാക്കി വെച്ച് അങ്ങനെ പ്രാണനിൽ ശ്രദ്ധിച്ച്, ഈ പ്രാണനിൽ ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ ശ്വാസം എടുക്കുന്നതും വിടുന്നതും എൻ്റെ ശ്രദ്ധയിൽ നിന്ന് പോകുന്നുണ്ട്. അതായത് ഞാൻ പ്രാണൻ എടുക്കുന്നുമില്ല വിടുന്നുമില്ല. അങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പിന്നെയാണ് ഓർമ്മ വന്നിട്ട് ഈ കേജരിയിൽ തന്നെയാണ് അത് സംഭവിക്കുന്നത്. ഞാൻ നാവ് വിടുന്നില്ല, നാവ് മുകളിൽ തന്നെ വെച്ചുകൊണ്ട് തന്നെയാണിത് ആ പ്രാണൻ എടുക്കാൻ മറന്നു പോയതുപോലെ. അതായത് പ്രാണൻ എടുക്കാണ്ടും വിടാണ്ടും അത് എവിടെയോ ഒന്ന് അങ്ങനെ അത് തനിയെ അങ്ങനെ വലിയൊരു സംഭവമായിട്ട് വരുന്നില്ല. പിന്നെ ഓർമ്മ വന്ന് വീണ്ടും പ്രാണൻ എടുക്കും. അത് പൂർണ്ണമായിട്ടും കേവല കുംഭത്തിൽ തന്നെ മണിക്കൂറുകളോളം ആവുന്ന അവസ്ഥ വരും. പിന്നെ എനിക്ക് ചെറുപ്പം മുതലേ ഞാനൊരാളോട് ചോദിച്ചാണ്, ഒരാളിങ്ങനെ കുളത്തിൽ ഇങ്ങനെ പൊന്തി കിടക്കണ കണ്ടപ്പോ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ആളൊരു ട്രിക്കാണ് പറഞ്ഞു. ഞാൻ ഒന്നും ആലോചിച്ചില്ല. ഞാൻ വീട്ടിൽ ആദ്യം നിലത്ത് കിടന്ന് പ്രാണനെ കൂടുതൽ നമ്മൾ ഫുൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു ദിവസം കുളത്തിൽ കുളിക്കാൻ മുമ്പുണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ ഫുള്ളായിട്ട് പ്രാണനെ എടുത്തുകൊണ്ട് എൻ്റെ മനസ്സിൽ ദൈവമേ ഞാൻ നിന്റെ കൈകളിലാ കിടക്കുന്ന പറഞ്ഞിട്ട് മലർന്നാണ്ട് കിടന്നു. പൊന്തി താണ് പോയേ ഇല്ല. അന്ന് അങ്ങനെ പ്രാക്ടീസ് ഒരാളും പറഞ്ഞു തരാതെ തന്നെ ഇന്നും അത് എനിക്ക് മണിക്കൂർ കണക്കിന് വേണമെങ്കിലും അങ്ങനെ ഈ പറഞ്ഞു തന്ന വ്യക്തിക്ക്, അതായത് ട്രിക്കാണെന്ന് പറഞ്ഞ വ്യക്തിക്ക് കിടന്നു കഴിഞ്ഞാൽ കൈകാലി ചലിപ്പിക്കാൻ പറ്റില്ല. കാരണം ചലിപ്പിക്കുന്ന സമയത്ത് അവിടെ ബലം കൊടുത്തു കഴിഞ്ഞാൽ ആൾ താന്നു പോകും. എങ്ങനെ കിടക്കണോ അതേ പൊസിഷനിൽ കിടക്കാൻ പറ്റുള്ളൂ. എന്നാൽ എനിക്കങ്ങനെയല്ല. കാലൊക്കെ വേണമെങ്കിലും കാലിന്റെ മേലെ കാല് വെക്കാം, കാല് ഇങ്ങനെ മുട്ടും കാലിലവിടെ മടക്കി വെക്കാം, രണ്ട് കാലും ചമ്മറം പടിഞ്ഞ് വെക്കാം, രണ്ട് കൈയും തലയുടെ മുകളിൽ കൊണ്ടുവരാം. അങ്ങനെ ആക്ഷൻ ചെയ്തിട്ട് ഇങ്ങനെ കിടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഞാനത് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വീഡിയോ എടുത്ത് സാറിനത് അയച്ചു തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെയുള്ള കുളങ്ങളിലൊന്നും പറ്റില്ല. കാരണം പാമ്പുകളുടെ ശല്യം ഉണ്ടെങ്കിൽ അതൊരു വല്ലാത്ത പ്രയാസമാവും. അപ്പൊ ഞാന് മറ്റേ മലമ്പുഴയിലൊരു സംഭവം ഉണ്ടല്ലോ, സ്വിമ്മിംഗ് പൂൾ അല്ലേ? അതെ സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് ഒരു ദിവസം ചെയ്തിട്ട് ഞാൻ എടുത്ത് അയച്ചു തരുന്നുണ്ട്. അതെങ്ങനെ മനസ്സിൽ വന്നു അങ്ങനെ ചെയ്യണമെന്ന്. ഞാനൊന്നും അറിയില്ല. ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും സന്തോഷം. പിന്നെ ഞങ്ങൾ